ഹലോ എവ്രി വൺ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കെ-സ്മാർട്ട് ഉപയോഗിച്ച് എങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ്. പണ്ടത്തെ പോലെയല്ല, എല്ലാവർക്കും അറിയാം ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ എല്ലാം എളുപ്പമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫോണിലേക്ക് കെ-സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിനായിട്ട് ഒന്നുകിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ ആ വിൻഡോ ഓപ്പൺ ആവും. അതിൽ സെർച്ചിൽ കെ-സ്മാർട്ട് കൊടുത്തതിനാൽ ഫസ്റ്റ് തന്നെ കെ-സ്മാർട്ട് ലോക്കൽ സെൽഫ് അങ്ങനെ വരും. അതിൽ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും, ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഫോണിലേക്ക് ആ ആപ്പ് വരുന്നതായിരിക്കും. കെ-സ്മാർട്ട് ഓപ്പൺ ചെയ്തതിനാൽ ഫസ്റ്റ് കാണുന്ന പേജാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മളെ ഫോൺ നമ്പർ നമ്മൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അത് ലിങ്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് കെ-സ്മാർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആധാർ ലിങ്ക്ഡ് ആണെങ്കിൽ ഇവിടെ കാണുന്ന ഫോൺ നമ്പറിൽ നമ്മളെ നമ്പർ കൊടുത്തിട്ട് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്തതിനാൽ നമ്മളെ ഫോൺ നമ്പറിലേക്ക് OTP വരും. അതിവിടെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പം അവിടെ ഈ ഒരു പേജ് വരും, രജിസ്ട്രേഷൻ വിത്ത് ആധാർ. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് OTP കൊടുത്തതിനാൽ നമ്മളെ ഫോണിലേക്ക് OTP വരും. അത് നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ട് കയറണം. ഇനിയിപ്പോൾ ഫോൺ നമ്പറുമായിട്ട് ആധാർ ലിങ്ക്ഡ് അല്ലെങ്കിൽ വേറൊരു വഴിയും കൂടി ഉണ്ട്. അതാണ് ട്രൈ അനദർ വേ എന്ന് താഴെ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനാൽ ഈ ഒരു പേജ് വരും. ഇത് നമ്മൾ ആധാർ നമ്പറുമായിട്ട് ഫോൺ നമ്പർ ലിങ്ക് ആയിട്ടില്ലെങ്കിൽ മാത്രമേ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളെ ഫോൺ നമ്പർ വേറെ ഏതെങ്കിലും ഡോക്യുമെൻറ്റിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ ആധാറിന് എഴുതിയതിൻ്റെ സൈഡിൽ ആരോ മാർക്ക് ഉണ്ടോ, അവിടെ നമ്മൾ സെലക്ട് ചെയ്യണം ഏത് ഡോക്യുമെൻ്റാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ആ ഡോക്യുമെൻറ്റിൻ്റെ നമ്പറും കൊടുക്കുക, പിന്നെ ആ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യുക. ആ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും അവിടെ എൻ്റർ ചെയ്തിട്ടാകുമ്പം സെൻഡ് OTP അടിക്കുക. OTP വരും. എന്നിട്ട് നമ്മളെ പേര് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ കെ-സ്മാർട്ടിൽ നമ്മളെ അക്കൗണ്ട് ഓപ്പൺ ആയി. നമുക്കിപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ആണല്ലോ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ക്വിക്ക് പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് ക്വിക്ക് സർട്ടിഫിക്കറ്റ് കണ്ടോ, ഒരു പിങ്ക് കളറിൽ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം രജിസ്ട്രേഷൻ ഓഫ് മാരേജും മാരേജ് സർട്ടിഫിക്കറ്റ് സെർച്ചും വരും. അതിൽ മാരേജ് സർട്ടിഫിക്കറ്റ് സെർച്ച് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് വരുന്ന പേജാണ് ഇത്, മാരേജ് സർട്ടിഫിക്കറ്റ്. ഇവിടെ നമ്മൾ സ്മാർട്ട് സെർച്ചിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ കൊടുത്ത് ചെയ്യേണ്ടതാണ്. അത് ചില സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ലെങ്കിൽ അഡ്വാൻസ് സെർച്ച് ക്ലിക്ക് ചെയ്താൽ മതി. അഡ്വാൻസ് സെർച്ചിലാകുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്റ്റ്, പിന്നെ ലോക്കൽ ബോഡി ടൈപ്പ്, മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അത് അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഡൗൺ ആരോ കണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയോ വേണ്ടു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടാകുമ്പോൾ സെർച്ച് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്ന പേജാണ് ഇത്. അതിൽ ഡേറ്റ് ഓഫ് മാരേജും ആപ്ലിക്കേഷൻ നമ്പറും കാണും. അപ്പോൾ നമ്മൾ അതിൽ ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്തതിനാൽ ഈ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് വരും. നമ്മളെ ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിതങ്ങ് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.